Hey Cinephiles, welcome back to a new video. So today is about Aad 3. മിഥുൻ മാനുവൽ തോമസിൻ്റെ ആട് 3 എന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ വാച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയത്, ബോറൊന്നും ഇല്ലാത്തൊരു മൂവി. ഈ മൂവിയുടെ ഫസ്റ്റും സെക്കൻഡൊക്കെ ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടിയ ഒരു ഫീല്. കാരണം അതിൻ്റെ BGMഉം ഡ്യൂഡിൻ്റെ ആയാലും നമ്മുടെ ഷാജി പാപ്പൻ്റെ ആയാലും പിന്നീട് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ആയാലും ആ ഒരു BGMഉം കാര്യങ്ങളൊക്കെ കണ്ട് രസിച്ചിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ്സ് പ്രധാനം പറയുകയാണെങ്കിൽ ഷാൻ റഹ്മാൻ്റെ ബ്രില്യൻ ജോബ്. അദ്ദേഹം മ്യൂസിക്കൊക്കെ അത്യാവശ്യം പിടച്ചിട്ടുണ്ട്. രണ്ടാമത് പോസിറ്റീവ് പറയുകയാണെങ്കിൽ മിഥുൻ മാനുവൽ തോമസ് ഇതിനെ ഒരു ടൈം ലൈൻ കോൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് അതിനും ഒരു നെഗറ്റീവ് ഉണ്ട്. പാസ്റ്റ് പോർഷൻസ് കാണിക്കുമ്പോൾ അത്രത്തോളം നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ മൂവിക്ക് ഒരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതുമാത്രമല്ല ഹൈ മൊമെൻറ്റ്സ് വളരെ കുറവായിരുന്നു. ഇതിലുള്ള ഒരു ഹൈ മൊമെൻ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് മൂവിയിലുള്ള ഒരു ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അത് നല്ല രസമുള്ളൊരു സീനാണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഗൂസ് ബംസ് ആയിട്ടുള്ളൊരു സീനായിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ സ്പീക്കിംഗ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ആട് ഫ്രാഞ്ചൈസിയുടെ ഡൈഹാർഡ് ഫാൻസ് ആണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു മൂവി. അത്യാവശ്യം ബോറൊന്നുമില്ല. കാരണം 3 മണിക്കൂർ അടുപ്പിച്ച് ഈ മൂവിയുണ്ട്. എന്നിട്ട് പോലും ബോറൊന്നുമില്ലാതെ അത്യാവശ്യം ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിട്ടാണ് എനിക്ക് ആട് 3 ഫീൽ ചെയ്തിട്ടുള്ളത്.